ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓവനും ബീറ്റും ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം സീവ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിന് വേണ്ടി എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും നനവൊന്നും പാടില്ല. അതുപോലെ നോർമൽ ടെമ്പറേച്ചർ ആയത് മാത്രം എടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒരു 4 മുട്ട എടുത്തിട്ട് 4 മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വാനില എസൻസും കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 100 ഗ്രാമോളം കാഷ്നട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഓറഞ്ച് ജ്യൂസാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ 3 പ്രാവശ്യമായിട്ട് നമ്മുടെ ഫ്ലോർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിയിലും അതുപോലെ സൈഡിലും ഒക്കെ ആയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാഷ്നട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രം, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനിത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിരുന്നു. ബേക്ക് കുറച്ചും കൂടെ ആകാനുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചു. ഒരു 35 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ഒന്ന് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തുകൂടെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. ബീറ്ററോ ഓവണോ ഒന്നും ഇല്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.